ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്റ്റിൽ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉത്തരവോടെ ചങ്കിടിപ്പിലാണ് ഇപ്പോൾ നാറ്റോ രാജ്യമായ ഫിൻലാൻഡ്. പുടിനെ പിണക്കി റഷ്യയെ ഒരു എതിരാളിയാക്കി മാറ്റേണ്ടിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഫിൻലാൻഡ് ആലോചിക്കുന്നത്. കാരണം സ്വന്തം പൗരന്മാർ പോലും നിലവിലെ പാരിസ്ഥിതിയിൽ രാജ്യത്തെ ഭരണകൂടത്തെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. റഷ്യൻ സായുധ സേനയുടെ 2 സൈനിക ജില്ലകളിൽ ഒന്നായ ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്ട് ഫിൻലാൻഡിനെതിരെ അതിർത്തിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്തെ വർദ്ധിച്ച സൈനിക സാന്നിധ്യമാണ് ജനങ്ങളെ സ്വന്തം സുരക്ഷയിലേക്കും രാജ്യത്തെ ഭരണകൂടത്തിന്റെ തീരുമാനത്തെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നാറ്റോയിൽ ചേരാനുള്ള ഫിൻലാൻഡിന്റെ തീരുമാനമാണ് റഷ്യയുമായുള്ള നിലവിലെ പിരിമുറുക്കത്തിന് ആധാരം. അതിന്റെ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നതാകട്ടെ രാജ്യത്തെ സാധാരണക്കാർ. രാജ്യത്തിന്റെ ശക്തരായ അയൽരാജ്യമായ റഷ്യയെ അനാവശ്യമായി ശത്രുതയിലാക്കി നാറ്റോയിൽ ചേരാനുള്ള രാജ്യത്തിന്റെ തീരുമാനത്തെ വലിയ വിമർശനാത്മകതയോടെയാണ് ജനങ്ങൾ വീക്ഷിക്കുന്നത്. അതിർത്തിയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യത്തോടുള്ള ഫിനിഷ് സർക്കാരിന്റെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. റഷ്യയുമായുള്ള ഒരു സംഘർഷത്തിൽ പങ്കുകാരാകാനുള്ള സർക്കാർ തീരുമാനത്തെക്കുറിച്ചുള്ള സംശയവും ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്റ്റിലെ റഷ്യയുടെ സായുധ സേനയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തത്. ഫിൻലാൻഡും സ്വീഡനും നാറ്റോയിൽ ചേരുന്നതിന് മറുപടിയായാണ് റഷ്യയുടെ തന്ത്രപരമായ നീക്കമെന്ന് ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്ട് പുനഃസ്ഥാപനം. റഷ്യൻ അതിർത്തികൾക്ക് സമീപം നാറ്റോയുടെ വ്യാപനം കാരണം പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന് റഷ്യൻ മുൻ പ്രതിരോധ മന്ത്രി സെർജി ഷോയിഗും വ്യക്തമാക്കിയിരുന്നു. ഫിനിഷ് ഇന്റലിജൻസ് പറയുന്നതനുസരിച്ച് ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്റ്റിലെ ഉദ്യോഗസ്ഥർ 30,000-ൽ നിന്നും 80,000-ആയി വർദ്ധിക്കുകയാണ്. ഫിനിഷ് അതിർത്തികളോടടുത്തുള്ള റഷ്യൻ സേനയുടെ ഈ ഗണ്യമായ വർധനവ് ഫിനിഷ് അധികാരികൾക്കും പൗരന്മാർക്കുമിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നിർബന്ധിതരും റിസർവിലിസ്റ്റുകളും ഒഴികെ ഫിനിഷ് സൈന്യത്തിന്റെ ആകെ ശക്തി ഏകദേശം 12,000 മുതൽ 13,000 ഉദ്യോഗസ്ഥരാണ്. ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്റ്റിലെ ഉദ്യോഗസ്ഥരുടെ ആസൂത്രിത വർധനവ് നോക്കുമ്പോൾ ഫിൻലാൻഡിലെ മുഴുവൻ സൈന്യത്തെക്കാളും ഏകദേശം 7 മടങ്ങ് കൂടുതൽ സൈനികരാണ് റഷ്യക്ക് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. സൈനിക ശക്തിയിലെ ഈ അസമത്വം ഫിൻലാൻഡിലെ ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥതയും രാജ്യത്തിന്റെ ദുർബലതയും വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ചും റഷ്യയുമായുള്ള ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ചരിത്രവും കണക്കിലെടുക്കുമ്പോൾ ഇത് പ്രതിരോധ തന്ത്രം പുനർപരിശോധിക്കാനും മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ഫിനിഷ് ഗവൺമെന്റിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. ഫിൻലാൻഡ് കൂടി നാറ്റോയിൽ ചേരുന്നതോടെ പടിഞ്ഞാറൻ അയൽക്കാരിൽ നിന്നുള്ള ഭീഷണിയെ ചെറുക്കുക എന്നത് റഷ്യയുടെ പ്രാഥമിക ലക്ഷ്യമാണ്. അതിന്റെ ഭാഗമായാണ് ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്റ്റിലെ സൈനിക വിന്യാസം. സാധ്യതയുള്ള സുരക്ഷാ വെല്ലുവിളികളോട് കൂടുതൽ ഫലപ്രദമായി പ്രതികരിക്കാൻ അനുവദിച്ചുകൊണ്ട് മേഖലയിലെ സൈനിക സാന്നിധ്യം കഴിവുകളും ശക്തിപ്പെടുത്തുകയാണ് റഷ്യ. ഇതാണ് ഫിനിഷ് പൗരന്മാരുടെ ആശങ്കയും. തങ്ങളുടെ സമ്മതമില്ലാതെ തങ്ങളുടെ അധികാരികൾ റഷ്യയുമായി യുദ്ധഭീഷണി സൃഷ്ടിച്ചുവെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. സഖ്യത്തിൽ ചേരുന്നതിന്റെ അപകട സാധ്യതയെക്കുറിച്ചും അനന്തര ഫലങ്ങളെക്കുറിച്ചും തങ്ങളോട് കൃത്യമായ ആലോചന നടത്തുന്നതിനോ എന്നാൽ ജനങ്ങൾ ചോദ്യം ഉയർത്തുകയാണ്. ആർട്ടിക് മേഖലയിൽ റഷ്യ നടത്തുന്ന സൈനിക സന്നാഹങ്ങളെല്ലാം നാറ്റോയുടെ വ്യാപനത്തിനുള്ള പ്രതികരണമാണെന്നും പ്രദേശത്തെ ജനങ്ങൾ കാണും. അങ്ങോട്ടൊരു ആക്രമണത്തിന് റഷ്യ മുൻകൈ എടുക്കില്ലെങ്കിൽ കൂടിയും പിരിമുറുക്കങ്ങൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നയിച്ചേക്കാവുന്ന തെറ്റിദ്ധാരണകളും തടയുന്നതിനും തുറന്ന ആശയവിനിമയം നിലനിർത്തേണ്ടത് ഫിൻലാൻഡിനെ സംബന്ധിച്ച് വളരെയധികം ആവശ്യമാണ്. ഈ വിഷയത്തിൽ ഒരു റഫറൻഡം നടത്താതെ തന്നെ ഫിനിഷ് അധികാരികൾ നാറ്റോയിൽ ചേരാൻ തീരുമാനിച്ചു എന്നത് ശ്രദ്ധേയമാണ്. നാറ്റോയിൽ ചേരുന്നതിലൂടെ ഫിൻലാൻഡ് സത്യത്തിൽ അതിന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചും ഒരു കാരണവും കൂടാതെ തന്നെ രാജ്യം അപ്പോൾ റഷ്യയെ രാജ്യത്തിനെതിരെ തിരിച്ചിരിക്കുകയാണ്. ഫിൻലാൻഡിന്റെ നാറ്റോ അംഗത്വം അതിന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് റഷ്യ നേരത്തെ തന്നെ രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകി. അത് ചെവിക്കൊള്ളാതെ അമേരിക്കയുടെ വാക്കും കേട്ട് വെട്ടിൽ വീണിരിക്കുന്നത് ഫിൻലാൻഡ് തന്നെയാണ്. സ്വന്തം ജനങ്ങൾ പോലും ഇപ്പോൾ അവരെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ സത്യം.